ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ റെസിപ്പി ആയിട്ടാണ്. ചോറും അരിപ്പൊടിയും ചേർത്തിട്ടാണ് ഈ ടേസ്റ്റി റെസിപ്പി നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറിനും അതുപോലെ ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം. വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കുക. റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർക്കാം. വറുത്തതോ വറുക്കാത്തതോ ഏത് അരിപ്പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി അരിപ്പൊടി എടുത്ത അതേ കപ്പിൻ്റെ അളവിൽ തന്നെ 1 കപ്പ് ചോറെടുക്കാം. ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് മട്ട റൈസിൻ്റെ ചോറാണ്. വൈറ്റ് റൈസ് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അതിനുശേഷം അതേ കപ്പിൻ്റെ അളവിൽ തന്നെ 1 കപ്പ് ചിരകിയ തേങ്ങ കൂടി ചേർക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഉപ്പ് ചേർത്തിട്ട് നമ്മളൊരു സ്പൂൺ കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യാം. ഇപ്പോഴിത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുമ്പോൾ വെള്ളം ഒട്ടും ചേർക്കാതെയാണ് പൊടിച്ചെടുക്കേണ്ടത്. പൊടിച്ചെടുക്കുന്ന സമയത്ത് ഇടയ്ക്ക് മിക്സി ഓഫ് ചെയ്ത് സ്പൂൺ കൊണ്ട് ഇളക്കിയതിന് ശേഷം വീണ്ടും മിക്സി കറക്കി ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന അതുപോലെ നന്നായിട്ടൊന്ന് കുഴയ്ക്കാം. ഇപ്പോൾ ഈ മാവ് കുറച്ച് കട്ടിയായിട്ടാണുള്ളത്. അതുകൊണ്ട് ഒന്ന് സോഫ്റ്റാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്പം ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമാണ് ഒഴിച്ചത്. വെള്ളം ഒഴിക്കുമ്പോൾ ആദ്യമേ ഒത്തിരി അങ്ങ് വെള്ളം ഒഴിക്കരുത്. ഒരു അല്പം വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക. നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും വെള്ളം ചേർക്കണോ വേണ്ടയോ എന്ന്. നമുക്ക് ഈ റെസിപ്പിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ മാവ് വേണ്ടത്. ചപ്പാത്തിയുടെ മാവ് പോലെ ഹാർഡായിട്ടല്ല, കുറച്ചുകൂടി വെള്ളത്തിൻ്റെ അംശം കൂടുതലായിരിക്കണം. അപ്പോഴാണ് നമ്മുടെ റെസിപ്പി നന്നായിട്ട് സോഫ്റ്റായിട്ട് നല്ല പൊങ്ങി വരത്തുള്ളൂ. നല്ല സോഫ്റ്റായി ഇരിക്കുകയും വേണം. നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാനും പാടില്ല. ആ ഒരു പരുവത്തിലാണ് നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കേണ്ടത്. നല്ല രീതിയിൽ സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ മാവ് അല്പനേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഈ സമയത്ത് ഈ റെസിപ്പിയോടൊപ്പം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സൈഡ് ഡിഷ് തയ്യാറാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്തേക്ക് വയ്ക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് 2 വറ്റൽമുളക് മുറിച്ച് ചേർക്കാം. ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. നന്നായി മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 3 സവാള ചെറുതായി അരിഞ്ഞ് ചേർക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിലാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത്. എന്നിട്ട് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. ചതച്ച് ചേർക്കാം, അല്ല എങ്കിൽ നിങ്ങൾക്ക് ചെറുതായി അരിഞ്ഞും ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് 3 പച്ചമുളക് ചേർക്കാം. പച്ചമുളക് ചേർക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതലോ കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ഉള്ളി നന്നായി വഴന്ന് നല്ല ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇപ്പോഴിതാ ഉള്ളിയൊക്കെ നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ തക്കാളിയൊക്കെ നന്നായി വാടി ഉടഞ്ഞ് വരണം. അതുവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് വേവുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കാം. അതായത് ഒരു 3 മിനിറ്റ് ഇത് അടച്ച് വെച്ച് വേവിക്കാം. ഈ സമയം കൊണ്ട് തക്കാളി നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. ഇപ്പോഴിത് 3 മിനിറ്റ് ആയിട്ടുണ്ട്. തക്കാളി നല്ല സോഫ്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടി. നമ്മൾ വഴറ്റാനെടുത്ത ആ ഒരു തവി വെച്ചിട്ട് നമ്മൾ ഈ തക്കാളി ഒന്ന് സ്മാഷ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല രീതിയിൽ സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വഴറ്റിയെടുത്ത ഈ ഒരു മസാലയൊക്കെ കടായിയുടെ ഒരു വശത്തേക്ക് മാറ്റാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഡ്രൈ ആയിട്ടുള്ള മസാലകളൊക്കെ ഒന്ന് വാർത്തെടുക്കാം. അതിനായി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. അടുത്തതായി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർക്കാം.
കുരുമുളകിൻ്റെ പൊടിയും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആ എരിവിനനുസരിച്ചിട്ട് കൂടുതലും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. സ്റ്റവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് വറുത്ത് ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വറുത്തതിന് ശേഷം നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള ആ മസാലയുടെ ഒപ്പം ചേർത്ത് വഴറ്റാം. എല്ലാം കൂടി നന്നായി യോജിപ്പിച്ച് വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. അതായത് ഞാനൊരു 1/2 കപ്പ് വെള്ളം മാത്രമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് തിളയ്ക്കാനായി അനുവദിക്കാം. നല്ല രീതിയിൽ തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്കിത് ഒരു അടപ്പ് വെച്ച് അടച്ച് ഒരു 3 മിനിറ്റ് ഒന്നുകൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. 3 മിനിറ്റിന് ശേഷം നമുക്കിത് തുറക്കാം. ഇപ്പോൾ ഗ്രേവി നല്ല രീതിയിൽ തന്നെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം ചേർത്ത എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ 5 മുട്ട വേവിച്ച് 2 കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. നമുക്കത് ഇതിലേക്ക് ചേർക്കാം. മുട്ട ഈ ഗ്രേവിയിലേക്ക് ചേർക്കുന്ന വീഡിയോ മിസ്സായി പോയിട്ടുണ്ട്. മുട്ട ഗ്രേവിയിലേക്ക് ചേർത്തതിന് ശേഷം ഒത്തിരി അങ്ങ് ഇളക്കരുത്. മുട്ട ഗ്രേവിയിലേക്ക് ചേർത്തതിന് ശേഷം മസാലയൊക്കെ അതിൻ്റെ പുറത്തേക്ക് പതിയെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയില കൂടി ചേർക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ തന്നെ അടച്ച് വയ്ക്കാം. ഉടനെ തന്നെ ഇത് സെർവ് ചെയ്യരുത്. ഒരു 10 മിനിറ്റെങ്കിലും ഇതുപോലെ അടച്ച് വെച്ചതിന് ശേഷം സെർവ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഗ്രേവിയുടെ ടേസ്റ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ടായിരിക്കും. ഞാനൊരു 10 മിനിറ്റിന് ശേഷമാണ് ഈ അടപ്പ് തുറക്കുന്നത്. നമ്മുടെ മുട്ട ഗ്രേവി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിനൊപ്പവും ചപ്പാത്തിക്കൊപ്പവും അപ്പത്തിനോടൊപ്പവും പൂരിക്കൊപ്പവും ഒക്കെ കഴിക്കാവുന്നതാണ്. അതല്ലാതെ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്ന റെസിപ്പിയോടൊപ്പം കഴിക്കാനും പെർഫെക്റ്റ് ആണ്. ഈ ഒരു എഗ് റോസ്റ്റിൻ്റെ റെസിപ്പി വളരെ എളുപ്പമാണ്. അപ്പം കൂട്ടുകാരൊക്കെ ഈ ഒരു എഗ് റോസ്റ്റിൻ്റെ റെസിപ്പി ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യണം. ഈ സമയത്ത് നമ്മൾ റെസ്റ്റ് ചെയ്യാനായി വെച്ചിട്ടുണ്ടായിരുന്ന മാവ് ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കയ്യിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ട് റെഡിയാക്കി കിട്ടി. ഇനി ഈ മാവിൽ നിന്ന് നമുക്ക് ചെറിയ ഉരുളകൾ ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു അളവിലാണ് ഞാൻ ഉരുള ഉണ്ടാക്കിയെടുത്തത്. നമുക്ക് ഇതേ അളവിൽ ബാക്കിയുള്ള എല്ലാ മാവിലും ഉരുള ഉണ്ടാക്കിയെടുക്കാം. മുഴുവൻ മാവിലും ഉരുള ഉണ്ടാക്കിയെടുത്തു. എനിക്കിവിടെ 9 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കാം. അതല്ലാതെ ഇതുപോലെ നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് ഉണ്ടെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഈ ഷീറ്റിൻ്റെ ഉൾവശത്ത് നമുക്ക് എണ്ണ തടവി കൊടുക്കാം. നമ്മൾ പത്തിരി പ്ലാസ്റ്റിക് കവറിലിട്ട് പ്രസ് ചെയ്യൂലേ, അതേ രീതിയിലാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതേപോലെ നമ്മൾ ഈ ഷീറ്റിൻ്റെ പുറത്തേക്ക് എണ്ണ ഇതുപോലെ തേച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഉരുള എടുത്തിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഷീറ്റ് മടക്കി ഇതിൻ്റെ പുറത്തേക്ക് ഒരു പ്ലേറ്റ് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതൊരു പൂരിയുടെ സൈസിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. പത്തിരി പോലെ നല്ല നൈസായിട്ടല്ല നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. അല്പം കട്ടിയായിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കേണ്ടത്. ഇതിന് എത്രത്തോളം കട്ടിയാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാകും. ഈ ഒരു കനത്തിലാണ് നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കേണ്ടത്. സൈഡൊക്കെ ലെവൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഒന്നാമത്തെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം. ചപ്പാത്തിയും പൂരി പോലെ നമുക്കിത് പരത്തിയൊന്നും എടുക്കേണ്ടതില്ല. ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മാത്രം മതി. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് കുഴച്ചെടുക്കാനും വളരെ ഈസിയാണ്. കവറിലേക്ക് എണ്ണ തേച്ചതിന് ശേഷം മാവ് വച്ചിട്ട് കവർ മടക്കി ഒരു പ്ലേറ്റ് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വളരെ എളുപ്പത്തിൽ നമുക്കിത് റെഡി ചെയ്തെടുക്കാൻ പറ്റും. പൂരിയുടെ സൈസിൽ എന്നാൽ ഒരല്പം കട്ടിയിലാണ് ഇത് തയ്യാറാക്കിയെടുക്കേണ്ടത്. ഇപ്പോഴിത് എല്ലാം പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായി വറുത്തെടുക്കാം. അതിനായി ഒരു കടായിലേക്ക് എണ്ണ ഒഴിച്ച് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം. നല്ല രീതിയിൽ ചൂടായ എണ്ണയിലേക്ക് പരത്തി വെച്ചത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് തന്നെ ബലൂൺ വീർത്ത് വരുന്നത് പോലെ പൊങ്ങി വരും. ഇതുപോലെ വീർത്ത് വന്നതിന് ശേഷം മാത്രം നമ്മളിത് മറിച്ചിട്ട് കൊടുത്താൽ മാത്രം മതി. അതുവരെ നമ്മളിതൊന്നും ചെയ്യേണ്ടതില്ല. പൂരി പോലെ നല്ല രീതിയിൽ പൊങ്ങി വരും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. നന്നായി പൊങ്ങി വന്നതിന് ശേഷം തവി വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഉള്ളിലേക്ക് എണ്ണയുടെ ഉള്ളിലേക്ക് ഒന്നാക്കി കൊടുക്കാം.
നന്നായി വീർത്ത് വരുന്നത് കണ്ടിട്ട് എണ്ണയിൽ നിന്ന് ഉടനെ കോരി മാറ്റരുത്. അല്പം നേരം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. നല്ലൊരു ഗോൾഡൻ കളർ ആയതിനു ശേഷം നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതേ രീതിയിൽ ബലൂൺ പോലെ വീർത്ത് വരണമെങ്കിൽ നമ്മൾ മാവ് കുഴയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ മാവ് കുഴച്ച് വെക്കണം. അപ്പോഴേ ഇതേപോലെ വീർത്ത് വരികയുള്ളൂ. ഇപ്പോഴിതാ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതേ രീതിയിൽ ബാക്കിയുള്ളതും കൂടി വറുത്തെടുക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മളെപ്പോഴും സാധാരണ ദോശ, ഇഡലി, പൂരി, ചപ്പാത്തി അങ്ങനെയാണല്ലോ ഉണ്ടാക്കുന്നത്. എന്നാൽ ഇതുപോലെ വെറൈറ്റി ആയിട്ട് തയ്യാറാക്കി കൊടുത്താൽ വീട്ടിലുള്ളവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും. ഇതിൻ്റെ ടേസ്റ്റും അടിപൊളിയാണ്. ചിക്കൻ കറി, മട്ടൻ കറി, ബീഫ് കറിനൊപ്പമൊക്കെ കഴിക്കാൻ കിഡു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കിയത് മുട്ട റോസ്റ്റാണ്. അപ്പോൾ മുട്ട റോസ്റ്റിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ഉറപ്പായിട്ട് കൂട്ടുകാരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കറികളൊന്നും ഇല്ലെങ്കിൽ പോലും ഇത് വെറുതെ കഴിക്കാം. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും. വളരെ സിമ്പിളായിട്ട് ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ വെറൈറ്റി ആയിട്ട് ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. ഇപ്പോഴെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഒരു സർവിങ് പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. തേങ്ങയും ചോറും അരിപ്പൊടിയൊക്കെ ചേർത്തിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി ഉറപ്പായിട്ടും കൂട്ടുകാരൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുകയും ചെയ്യണം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു റെസിപ്പിയുടെ വീഡിയോ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി.